ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. ഷെക്കേന ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ നിനവേ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ഉപവാസത്തിൻ്റെ കൂടുതൽ പ്രാർത്ഥനയുടെ 3 നോമ്പിൻ്റെ മധ്യ ദിനത്തിലാണ്. ഈ ദിനത്തിൽ ധാരാളം ദൈവകൃപകൾ നാം പ്രാപിച്ചിട്ടുണ്ട്. തുടർന്നും ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. നമുക്കറിയാം, സാധാരണഗതിയിൽ 3 നോമ്പിൻ്റെ 2ാം ദിനത്തിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഉപവാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നോമ്പിനെക്കുറിച്ച് ചെറിയ ഒരു വിചാരം നടത്തി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എന്തിനാണ് ഉപവസിക്കേണ്ടത്? നമുക്കറിയാം, നാമൊക്കെ ഉപവസിക്കുന്നവരാണ്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്നാൽ അത്രമേൽ ഉപവാസത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് സുവിശേഷത്തിൻ്റെ ഒരു വാക്യം മാത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇത്രമേൽ സുവിശേഷത്തിൽ ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? നമുക്കറിയാം, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പ്രാർത്ഥന പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഉപവാസമെന്ന്. വചനം ഇതാണ്, മത്തായി 6:5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. ശ്രദ്ധിക്കാം, ദൈവത്തിൻ്റെ വചനം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നല്ല പറയുന്നത്. വെൻ യു പ്രേ, ഇഫ് യു പ്രേ എന്നല്ല പറയുന്നത്. പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നല്ല പറയുന്നത്. വെൻ യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. എൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കണം. എന്നാൽ അതേപോലെ തന്നെ പ്രാധാന്യത്തോട് പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, വെൻ യു ഫാസ്റ്റ്. ഇഫ് യു ഫാസ്റ്റ് എന്നല്ല, നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. മറിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അർത്ഥം ഇത്രയേ ഉള്ളൂ. ആദിമസഭയിൽ പ്രാർത്ഥന പോലെ തന്നെ അവർ അനുഷ്ഠിച്ച ഒരു ശുശ്രൂഷയാണ് ഉപവാസ ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന പോലെ തന്നെ ആദിമസഭയിൽ അവർ അനുഷ്ഠിച്ച ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഉപവാസ ശുശ്രൂഷ. എന്തിനാണ് ഉപവസിക്കേണ്ടത്? നമുക്കറിയാം, അതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഇതാണ്. എന്തിനാണ് ഉപവസിക്കേണ്ടത്? ഉപവസിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവരുടെ മനസ്സ് ഇളതായി മാറും. മനസ്സ് താഴും. നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അപകടം, ആത്മീയ അപകടം, അഹന്തയാണ്. ഞാനെന്ന ഭാവം, തന്നെ ഉയർത്തുക, സ്വയം പൂജ, എന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുക. ഈ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നിന്നെ താഴ്ത്താൻ പറ്റില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. നമ്മൾ പലരും പറയും, ദൈവത്തിന് ഒരു കൊട്ടൊക്കെ കൊടുത്തവനെ താഴ്ത്തുകയാണ്. അങ്ങനെ പറ്റില്ല. ദൈവം അത് ചെയ്യില്ല. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ ഒരുപാട് മക്കളെ പോലെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുവനെ താഴ്ത്തില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ദൈവം അവന് അനുവാദം കൊടുക്കും. എന്ത്? സ്വയം താഴ്ത്താൻ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം പറയും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഉപവാസം എന്ന് പറയുന്നത് തന്നെ താഴ്ത്താനുള്ള അവസരമാണ്. ദൈവമല്ല നമ്മളെ താഴ്ത്തേണ്ടത്, നമ്മൾ തന്നെ താഴണം. ഇതിനാണ് ഉപവാസം. അതുകൊണ്ട് ഈ 3 നോമ്പിൽ
പ്രിയമുള്ളവരെ, നമ്മുടെ അഹന്തയ്ക്ക്, ഞാനെന്ന ഭാവത്തിന്, എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള എൻ്റെ മഹിമകൾക്കും വാഴ്ചകൾക്കും തേരോട്ടങ്ങൾക്കും പടയോട്ടങ്ങൾക്കും കടിഞ്ഞാണിടാൻ ദൈവം നമ്മെ അനുവദിക്കുന്ന ദിവസങ്ങളാണ് ഉപവാസ ദിവസങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിത രീതികളൊക്കെ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമുക്ക് ആത്മാവിൽ വളരാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ പക്ഷി മൃഗാദികളെയൊക്കെ ഒന്ന് എടുത്തു നോക്കി. അവർക്ക് ഒരു ക്ഷതമേറ്റാൽ, ഒരു മുറിവേറ്റാൽ, ഈ പക്ഷികൾ, കിളികൾ, കോഴി, ഈ വക ജീവികളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? കുറച്ച് നാളത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കും. ഒരു മൃഗത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുൻപിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഇട്ട് കൊടുത്താലും അത് കഴിക്കുകയല്ല. അത് മാറി വിശ്രമിക്കും. എന്താ കാരണം എന്നറിയാമോ? ഈ ക്ഷതം ഒന്ന് സൗഖ്യപ്പെടണം. ഈ ക്ഷതം സൗഖ്യപ്പെടുന്നത് വരെ അത് ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആത്മാവിൽ ക്ഷതമേറ്റ, മുറിവേറ്റ നമുക്കും ഉപവാസം അനിവാര്യമാണ്. നമുക്ക് തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. ഈ ദിവസം നമ്മൾ കൂടുതൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരുന്നവരുണ്ട്. നാളെ ഒരു ദിവസം കൂടിയുണ്ട് നമ്മുടെ ഈ നോമ്പിന്. കൂടുതൽ തീക്ഷ്ണതയോടെയും പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ആയിരിക്കാം. പലരുടെയും മനസ്സിലേക്ക് ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഐവി മോൾ IELTS പാസ്സായി അയർലൻഡിലെത്താൻ വേണ്ടിയിട്ടാണ്. പലരും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അച്ഛാ, ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു, അച്ചിട്ട് നോമ്പ് ദൈവം നടത്തി തന്നു. സ്നേഹമുള്ളവരെ, നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കുറേ ഭൗതിക കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല. ബൈബിളിൽ 40 ദിവസം നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ എന്തിനാണ് ഉപവസിച്ചത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, മോശയുടെ ജീവിതം എടുക്കാം. മോശ സിനായ് മലയിലേക്ക് കയറി ചെന്നു. അവിടെ 40 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്കറിയാം. മോശ പ്രാർത്ഥിച്ചിട്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ജനം പറയുകയാണ്, മോശേ, മൂടുപടമെടുത്ത് നിൻ്റെ മുഖം മൂടുക, കാരണം നിൻ്റെ മുഖത്തിൻ്റെ വെട്ടം, തേജസ് കണ്ട് ഞങ്ങളുടെ കണ്ണടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത്രമേൽ തേജസ്സാണ് മോശയ്ക്ക്. മോശ ഇങ്ങനെ 40 ദിവസം ദൈവത്തോടൊത്ത് ഉപവാസത്തിൽ തന്നെ താഴ്ത്തി ദൈവം മുൻപാകെ പ്രാർത്ഥനാപൂർവം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? മോശയ്ക്ക് 10 സെൻറ്റ് സ്ഥലം ദൈവം കൊടുത്തതല്ല, മറിച്ച് മോശയ്ക്ക് ദൈവം 10 കൽപ്പന കല്ലിൽ എഴുതി കൊടുത്തു എന്നൊക്കെ ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? കല്ലിൽ എഴുതി കൊടുത്തു എന്ന് വെച്ചാൽ അത് മായ്ച്ചു കളയാനുള്ളതല്ല, എഴുതിയതാണ്. കല്ലിലൊക്കെ എഴുതിയെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. അപ്രകാരമുള്ള 10 കൽപ്പനകൾ എന്തിനാണ് എഴുതിയത്? ഒരു ജനതയുടെ ആവിഷ്കാരത്തിന് വേണ്ടി, ഒരു ജനതയെ ദൈവം ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റാൻ വേണ്ടി ദൈവം എഴുതി കൊടുത്ത 10 കൽപ്പനകൾ എപ്പോഴാണ് കിട്ടിയെന്നറിയാമോ? ഉപവസിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടും. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ 7 തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, വെളിപാടുണ്ട്. ഇത് വെളിപ്പെട്ട് കിട്ടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപവസിക്കണം. ഈശോ 40 ദിവസം ഉപവസിച്ചു. എന്താണ് സംഭവിച്ചത്? ഈശോ 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വെളിപ്പെട്ട് കിട്ടി, അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. പാപത്തിൻ്റെ പരിഹാരമായി അവൻ കാൽവറിയുടെ നെറുകയിൽ കൊത്തി നുറുക്കപ്പെടണം. ഈ വെളിപാട് കിട്ടി. അതുകൊണ്ടാണ് സിനഗോഗിൽ വന്ന് അവൻ യേശയ്യായുടെ പുസ്തകം തുറന്ന് വായിച്ചത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. ഇതാ, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വെളിപാട് എങ്ങനെയാണ് കിട്ടിയത്? അതിന് തൊട്ടു മുൻപ് മരുഭൂമിയിൽ 40 ദിവസം ഈശോ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപവസിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവം കൂടുതൽ തീക്ഷ്ണതയോടെ ഈ നോമ്പ് അനുഷ്ഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. ദൈവമേ, ഉപവാസത്തിൻ്റെ
പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. കൂടുതൽ വെളിപാടുകൾ നൽകണമേ. ആത്മാവിൽ ആഴപ്പെടാൻ, സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളുണ്ടാകാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ രടികളോട് ചേർന്ന് പാടാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. നിങ്ങളുടെ വചനത്തിൻ്റെ അഭിഷേക ശക്തി ഞങ്ങൾക്കെല്ലാം അവിടുന്ന് പകർന്നു നൽകണമേ. കർത്താവെ, അങ്ങയുടെ വചനം വെളിപാട് 3:8 പറയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് സ്ഥാപിച്ച വാതിൽ ആർക്കും അടയ്ക്കാനാവില്ല, ആർക്കും പൂട്ടാനാവില്ല. കർത്താവായ ദൈവമേ, വചനത്തിൻ്റെ ഈ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. വചനത്തിൻ്റെ വാതിൽ, ഈ രഹസ്യങ്ങൾ, ക്രിസ്തു രഹസ്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അത് കേൾക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം വചനമാണല്ലോ. വചനമാകുന്ന കൊള്ള മുതൽ സ്വന്തമാക്കുന്ന സംതൃപ്തി ഞങ്ങൾക്ക് നൽകണമേ. സങ്കീർത്തനം 119 162 വാക്യത്തിൽ കർത്താവെ, വചനമാകുന്ന കൊള്ള മുതൽ പങ്കുവെക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇരു കരങ്ങളും ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനമെനിൽ ജീവിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കരങ്ങൾ വിരിച്ച് കേൾക്കണേ എൻ യാചന, കേൾക്കണേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. എൻ പ്രാർത്ഥന നൽകണമേ എൻ്റെ യാചന, നൽകണേ എൻ യാചന. കേൾക്കണമേ ഈശോയേ, കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. പരിശുദ്ധമേ മാതാവേ, ഹൃദയത്തിൽ വചനമെല്ലാം സംഗ്രഹിച്ച അമ്മ, ലൂക്ക 2:19. വചനം ഹൃദയത്തിലാണമ്മേ ഞങ്ങളും സംഗ്രഹിക്കേണ്ടത്. ഹൃദയം തുറന്നു തരണമേ. വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾ തുറന്നു തരണമേ. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തത് എന്താണെന്ന് ലൂക്ക 8:12 പറയുന്നുണ്ടല്ലോ. അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ പിശാച് വന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. കർത്താവെ, വിശ്വസിക്കാനും രക്ഷപ്രാപിക്കാനും നിങ്ങളുടെ വചനം കൂടിയേ തീരൂ. ഞങ്ങൾക്ക് വചനം അങ്ങ് തുറന്നു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു തരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ നിത്യമായ സഹായം ഞങ്ങൾക്ക് നൽകണമേ. നിത്യസഹായമാതെ
ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ എല്ലാ മക്കളെയും ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേത കേഴും നമ്മേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിനവേ കൺവെൻഷൻ്റെ 2-ാം ദിവസത്തിൽ ഇന്ന് നാം വിചാരിക്കുന്നത് യോനായെക്കുറിച്ച് തന്നെയാണ്. ആരാണ് യോന? നമുക്കറിയാം പഴയ നിയമത്തിലെ യോന ആരാണെന്ന്. ദൈവഹിതത്തിനെതിരെ നിന്ന ആളാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചവനാണ്. ദൈവസാന്നിധ്യത്തെ വേണ്ട എന്ന് വെച്ചവനാണ്. മഹാനഗരമായ നിനവയിലേക്ക് പോകാൻ വിസമ്മതിച്ചവനാണ്. ദൈവീക ശുശ്രൂഷ വിജാതിയരുടെ ഇടയിലേക്ക് പടരാൻ ആഗ്രഹിക്കാത്തവനാണ്. എന്നാൽ ഈ യോനായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം പുതിയ നിയമത്തിൽ യോനായെക്കുറിച്ച് പറയുന്ന പാഠഭാഗങ്ങൾ ധ്യാനിക്കുന്നത് ആത്മീയമായ നമ്മുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പുതിയ നിയമത്തിൽ ആരാണ് യോന? പഴയ നിയമത്തിലെ യോന നമുക്കറിയാം, ദൈവഹിതത്തിനെതിരെ നിൽക്കുകയും ദൈവം തട്ടി ഉണർത്തുകയും ഒടുവിൽ വചനം പ്രസംഗിക്കുകയും നിനവെ മാനസാന്തരപ്പെടുകയും അതിൻ്റെ പേരിൽ ദൈവത്തോട് കലഹിക്കുകയും ഒടുവിൽ ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ മൗനിയാവുകയും ചെയ്ത, നിശബ്ദനാവുകയും ചെയ്ത പഴയ നിയമത്തിലെ പ്രവാചകനെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ ആരാണ് യോന? സുവിശേഷത്തിൻ്റെ അക്ഷരക്കൂട്ടുകൾക്കിടയിൽ പരിശുദ്ധാത്മാവ് തിരികെ വച്ചിരിക്കുന്ന സുന്ദരമായ ഒരു പാഠഭാഗമാണ് പുതിയ നിയമത്തിലെ യോന. ഇത് മനസ്സിലാക്കാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ പാഠം 16-ാം അധ്യായത്തിലാണ്. രണ്ടാമത്തെ പാഠം 12-ാം അധ്യായത്തിലാണ്. മൂന്നാമത്തെ പാഠം 3-ാം അധ്യായത്തിലാണ്. ഈ 3 അധ്യായങ്ങളിലൂടെ ചെറിയൊരു സഞ്ചാരം നമുക്ക് നടത്താം. ആരാണ് യോന? ഈ 3 അധ്യായങ്ങളിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യോനായെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ, ക്രിസ്തുനാഥൻ്റെ പഠിപ്പിക്കൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. പശ്ചാത്തലം ഇതാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഈ സംഭവം സുന്ദരമായി നാം പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും.
നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തി. കേസറിയ ഫിലിപ്പി, ആ വാക്കിൽ തന്നെ ഒരു ആഴമുള്ള അർത്ഥമുണ്ട്. സീസർ, ഫിലിപ്പ്, ഈ രണ്ട് വാക്കുകൾ ചേർന്നതാണ് കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞാൽ. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം രാജാവായിരുന്നില്ല എന്നാണ് പറയപ്പെടുക. അദ്ദേഹം ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രഭുകുമാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഫിലിപ്പ് ഒരു പ്രവിശ്യയിൽ സീസർ ചക്രവർത്തിക്ക് വേണ്ടി ഒരു പട്ടണം പണി കഴിപ്പിച്ചു. ഒരു പ്ലാൻഡ് സിറ്റി, സുന്ദരമായ, അനേക വിദേശികൾ ടൂറിസത്തിന് എത്തിച്ചേരുന്ന, അനേക പണക്കാർ അവരുടെ പണത്തിൻ്റെ കൊഴുപ്പും ഹുങ്കും കാട്ടുന്ന, അനേക വിശ്വാസങ്ങൾ സമ്മേളിക്കുന്ന, വിനോദങ്ങളും എല്ലാ തരത്തിലുള്ള കായിക കലാ മത്സരങ്ങളും അരങ്ങേറുന്ന ഒരു പ്ലാൻഡ് സിറ്റി. ഇത് സീസർ എന്ന് പറയുന്ന മഹാരാജാവിന് വേണ്ടി ഫിലിപ്പ് പ്രഭുകുമാരൻ പണി കഴിപ്പിച്ചതാണ്. ഈ പട്ടണത്തിൽ ഈശോ എത്തി. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് ആധുനിക കാലത്തെ എക്സ്കവേഷൻസിൻ്റെ പരിണിതഫലമായി ഭൂഗർഭ അറകളൊക്കെ കുഴിച്ചെടുത്ത് അതിലെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചതിൻ്റെ ഫലമായി ദൈവശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമൊക്കെ കണ്ടെത്തിയൊരു സത്യമുണ്ട്. ഈ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് ഏതാണ്ട് 24 പരം ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയം കണ്ടെത്തിയിട്ടുണ്ട്. 24 തരം ക്ഷേത്രങ്ങൾ, വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങളുള്ള, മതവ്യവസ്ഥിതികളുള്ള ഒരു സമൂഹം അന്നത്തെ കാലത്ത് അവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ ഈ കേസറി ഫിലിപ്പി പ്രദേശത്ത് ധാരാളം ആളുകൾ വിദേശത്ത് നിന്നെത്തിയിരുന്നു. അത്രമേൽ പ്ലാൻഡായിട്ടുള്ള, ക്രമീകരിക്കപ്പെട്ട ഒരു സിറ്റിയാണിത്, പട്ടണമാണത്. ആ സുന്ദരമായ സ്ഥലത്തേക്ക് ധാരാളം ധനാഢ്യരായ ആളുകൾ എത്തിയിരുന്നു. അങ്ങനെ സാംസ്കാരികമായും സാമൂഹ്യമായും കലാപരമായുമൊക്കെ വളർന്ന് പന്തലിച്ചു നിന്ന ഒരു സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ ഈശോ എത്തി. ഈശോ എത്തിയത് വിജാതീയരുടെ ഗലീലയിൽ നിന്നാണ്, പാവപ്പെട്ട മനുഷ്യൻ്റെ ഇടയിൽ നിന്നാണ്. തിന്മയുടെ ഈറ്റില്ലമായ ബഹളങ്ങളുടെയും കലഹങ്ങളുടെയും അടിമത്തത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഇടങ്ങളിൽ നിന്ന് ഏതാനും മുക്കുവരെ കൂട്ടി, ഏതാനും പാവപ്പെട്ട മനുഷ്യരെ കൂട്ടി ഒരു തീർത്ഥാടക സംഘത്തോടൊപ്പം ഈശോ ഈ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തി. അവിടെ നിന്ന് അദ്ദേഹത്തിന് പോകേണ്ടത് ജെറുസലേമിലേക്കാണ്. ഇപ്പോൾ പിന്നിൽ ഗലീലി, മുന്നിൽ ജെറുസലേം. പിന്നിൽ ഈശോ ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട്, ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച അനേക അടയാളങ്ങളുണ്ട്. മുന്നിൽ ഈശോ കയറേണ്ട കാൽവറിയുടെ കുരിശുണ്ട്. ഇരുവശത്തും ഇതാ ഈ ക്ഷേത്രങ്ങളും വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളും വലിയ മനുഷ്യരുടെ ഓട്ടങ്ങളും ബഹളങ്ങളും. പ്രിയപ്പെട്ടവരെ, ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ് പത്രോസിനോട്, ക്ഷമിക്കണം, ശിഷ്യന്മാരോട്. ഞാൻ ആരാണെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്? ഈ അന്തരീക്ഷം നിങ്ങൾ ഭാവനയിൽ കാണുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലത്ത് ഈശോ ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ അടയാളങ്ങളുണ്ട്. എന്നാൽ മുന്നിൽ കാൽവറിയുടെ കുരിശാണ്, കുരിശു മരണമാണ്. പ്രവാചകൻ ജെറുസലേമിൽ മരണം വരിക്കും, ബലിയായിത്തീരും. എന്നാൽ ഈ ആളുകളുടെ, പണക്കാരായ വിവിധ മതങ്ങളിൽപ്പെട്ടവരുടെ, വിവിധ ആചാരങ്ങളുള്ളവരുടെ, വിശ്വാസ വൈവിധ്യമുള്ള ഈ ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു ഉത്തരമായി, നീ ഒരു പ്രവാചകനാണ്, ജെറമിയാണ്, ഏലിയാണ്. പല അഭിപ്രായങ്ങളുണ്ട്. ഉടനെ ഈശോ ചോദ്യത്തിൻ്റെ ഫോക്കസ്, അതിൻ്റെ മുന കൂർപ്പിച്ചു ശിഷ്യന്മാരുടെ നേരെ. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത്. ഉടനെ പത്രോസ് ആത്മപ്രചോദിതനായി പറയുന്ന വാക്കാണിത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്.
നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണ്. ഇതിനെ ഒന്നും ഞങ്ങൾ ഗൗനിക്കുന്നില്ല. ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നീ ഞങ്ങൾക്ക് വെളിപ്പെട്ട് തരുന്ന ദൈവം പറയുന്നു നീ ക്രിസ്തുവാണ്. അപ്പം ഇത് കേട്ടപ്പോൾ ഈശോ പത്രോസിനെ വിളിക്കുന്ന പേരാണ് ഈ യോന എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോ ഇങ്ങനെ വിളിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. ചോദ്യം ഇതാണ്, യോനായുടെ പുത്രനായ ശിമയോൻ പത്രോസിൻ്റെ അപ്പൻ്റെ പേര് യോന എന്നാണോ? പത്രോസിൻ്റെ അപ്പൻ്റെ പേര് യോന എന്നാണോ? 4-ാം സുവിശേഷം അനുസരിച്ച്, യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ സൂക്ഷ്മമായി സുവിശേഷം വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തിരികെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വിളിച്ചിട്ട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സൈമൺ സൺ ഓഫ് ജോൺ, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? 4-ാം സുവിശേഷം അനുസരിച്ച് യോഹന്നാൻ്റെ പത്രോസിൻ്റെ പപ്പായുടെ പേര് യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ. എന്നാൽ മത്തായി ശ്ലീഹ പത്രോസിൻ്റെ അടുത്ത് പറയുകയാണ്, ഈശോ വിളിക്കുന്നു യോനായുടെ പുത്രനായ ശിമയോനെ. ഇതിനകത്ത് ഏതാണ് ശരി? ചിലർ പറയും രണ്ടും ഒന്നാണെന്ന്. യൗനാനും യൂഹാനോനും ഒന്നാണോ? അല്ല. യോനായും യോഹന്നാനും 2 പേരാണ്. അതിന് രണ്ടും 2 അർത്ഥവുമാണ്. എന്തുകൊണ്ടാണ് മത്തായി ശ്ലീഹ കർത്താവിൻ്റെ അധരങ്ങളിൽ ഇങ്ങനെ ഒരു വാക്ക് വെച്ചു കൊടുക്കുന്നത്? അഥവാ കർത്താവ് എന്തുകൊണ്ടാണ് പത്രോസിനെ യോനായുടെ പുത്രൻ എന്ന് വിളിക്കുന്നത്? യോനായുടെ പുത്രനായ ശിമയോനെ. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്ന് തന്നെയാണ്, യോഹന്നാൻ. എന്നാൽ ഇവിടെ ഈശോ അവനെ വിളിക്കുന്നത് യോനായുടെ പുത്രനായ ശിമയോനെ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റുന്നത്? നമുക്കറിയാം, ബൈബിളിൽ പേര് മാറ്റുന്നത് വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ശുശ്രൂഷയാണ്. ഒരാൾ ഒരു പിൻതലമുറയെ പേരിട്ട് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ പേരിട്ട് വിളിക്കുന്ന ആളിൻ്റെ പിന്തുടർച്ചാവകാശിയായിരിക്കും ആ വ്യക്തി. പഴയ നിയമത്തിൽ നമുക്കറിയാം, അബ്രാമിനെ ദൈവം വിളിച്ചു. അബ്രാം, ഇനിമേൽ നീ അബ്രഹാം എന്നായിരിക്കും. അതിൻ്റെ അർത്ഥം, ഈ പേര് മാറ്റത്തിലൂടെ ദൈവം അബ്രഹാമിൻ്റെ പിതൃത്വം ഏറ്റെടുത്തു. ദൈവം അബ്രഹാമിൻ്റെ ആത്മീയ അധികാരം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ അനന്തരാവകാശി അബ്രഹാമായി. പഴയ നിയമത്തിൽ സാറായെ വിളിച്ചിട്ട് ദൈവം സാറായിയെ വിളിച്ചിട്ട് പറഞ്ഞു, സാറായി, ഇനിമേൽ നീ സാറ എന്നറിയപ്പെടും. എന്താ അർത്ഥം? ദൈവം അവൻ്റെ അനന്തരാവകാശം, ദൈവത്തിൻ്റെ അവകാശം ആളിന് കൊടുക്കുകയാണ്. ദൈവം ആളിൻ്റെ ആത്മീയ പിതൃത്വം ഏറ്റെടുക്കുകയാണ്. പഴയ നിയമത്തിൽ യാക്കോബ്, ആ വാക്കിൻ്റെ അർത്ഥം ചതിയൻ എന്നാണ്. ദൈവം യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാക്കോബേ, ഇനിമേൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ലോകത്തിൻ്റെ പ്രകാശമാണത്, ലോകത്തിൻ്റെ പ്രകാശം. ദൈവം പേര് മാറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം ആളിൻ്റെ അവകാശം ഏറ്റെടുത്തു. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ സമയത്ത് പത്രോസിനെ കാണുമ്പോൾ, ശിമയോനെ കാണുമ്പോൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്: ശിമയോൻ, നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. ശിമയോൻ്റെ പേര് മാറ്റി. ഇനിമേൽ നീ കേപ്പ എന്നറിയപ്പെടും, ഇനിമേൽ നീ പത്രോസ് എന്നറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ പേര് ഈശോ തുടക്കത്തിൽ മാറ്റിയിരുന്നു. ഇപ്പോൾ പത്രോസിൻ്റെ അപ്പൻ്റെ പേരും കർത്താവ് മാറ്റി. പത്രോസിൻ്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. പക്ഷേ പത്രോസിൻ്റെ അപ്പൻ്റെ പേര്
യോന എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് ആ അധികാരം ഏറ്റെടുക്കുകയാണ്. എന്താണെന്നറിയാമോ? പത്രോസിൻ്റെ മാത്രമല്ല, പത്രോസിൻ്റെ പപ്പായുടെ പേരിനും മാറ്റിക്കൊണ്ട് ദൈവം യേശു ക്രിസ്തു ഒരു വലിയ സത്യം, വിശ്വാസ രഹസ്യം നമ്മളോട് പറയുകയാണ്. പത്രോസേ, എൻ്റെ അനന്തരാവകാശം മുഴുവൻ, എനിക്ക് അവകാശപ്പെട്ടത് മുഴുവൻ ഞാൻ നിനക്ക് തരുകയാണ്. എന്താണ് ക്രിസ്തുവിന് അവകാശപ്പെട്ടത്? തൻ്റെ ചോര കൊണ്ട് നേടിയെടുത്ത സഭയാണ് ക്രിസ്തുവിൻ്റെ അവകാശം. തൻ്റെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത സഭയാണ് യേശുവിൻ്റെ അവകാശം. തൻ്റെ അനന്തരാവകാശിയായ പത്രോസിന് കൊടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, പത്രോസേ, നീ ഭാഗ്യവാൻ. യോനാണ് പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. അതിനാൽ നിന്നോട് ഞാൻ പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ദൈവം തൻ്റെ അനന്തരാവകാശിയായി പത്രോസിനെ തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് സഭയുടെ ശ്ലൈഹികമായ അധികാരം, ഇതുകൊണ്ടാണ് സഭയുടെ ശ്ലൈഹികമായ അധികാരം റോമാ മാർപ്പാപ്പായിൽ നിക്ഷിപ്തമാണ് എന്നും, അതുകൊണ്ടാണ് ആ പേട്രിയാർക്കേറ്റാണ് യേശു ക്രിസ്തുവിൻ്റെ അനന്തരാവകാശം ഏറ്റെടുത്തതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ്റെ ന്യായം അതാണ്. ഈ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്രോസിന് ദൈവം തൻ്റെ ആത്മീയമായ അധികാരം കൈമാറുകയാണ്, താക്കോലുകൾ കൈമാറുകയാണ്. ഇങ്ങനെ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടാനും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കാനും കർത്താവ് തയ്യാറാകുന്നത് ഈ അനന്തര പൈതൃക അവകാശം കൈമാറിയത് കൊണ്ടാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോനായുടെ പുത്രനായ ശിമയോൻ. അപ്പം യോനായുടെ പുത്രനാക്കി മാറ്റാൻ കാര്യമെന്താണ്? എന്തുകൊണ്ടാണ് യോന എന്ന വാക്ക് ഉപയോഗിച്ചത്? ആരാണ് ഈ യോന? വെറുതെ ഒരു പെരുമാറ്റമല്ല, ഈ യോനായ്ക്ക് ഒരു അർത്ഥമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ യോന? അത് യേശു ക്രിസ്തുവാണ് എന്ന് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. 12-ാം അധ്യായത്തിൽ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കുറേ ആളുകൾ ചെന്നിട്ട്, നിയമജ്ഞരും ഫരീസേരും ചെന്ന് ഈശോയോട് ചോദിക്കുന്നൊരു സംഭവമാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു അടയാളം തരണം. ഇപ്പം നീ കാണിക്കുന്ന അടയാളങ്ങളൊക്കെ നല്ലതാണ്, സൗഖ്യമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് അതുപോരാ, സ്വർഗത്തിൽ നിന്ന് തന്നെ നേരിട്ടൊരു അടയാളം കിട്ടണം, എങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അതാണ് ഈ അടയാളത്തിൻ്റെ ഒരു ഫിലോസഫി. കുറേ അടയാളങ്ങൾ കണ്ട് കഴിയുമ്പോൾ നമ്മളങ്ങ് മടുക്കും. കുറേ അടയാളങ്ങൾ കണ്ട് മടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടണം അടയാളങ്ങൾ. ഇതാണ് അടയാളത്തിൻ്റെ പ്രത്യേകത. ഇത് നോക്കിയിട്ടാണ് ഈശോ പറയുന്നത്, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. എന്നിട്ട് ഈശോ പറയാണ്, ഒറ്റ അടയാളമേ ലോകത്തിന് ഉള്ളൂ, സ്വർഗം തരുന്ന ഒറ്റ അടയാളമേ ഉള്ളൂ. ആ അടയാളത്തിൻ്റെ പേരാണ് യോനായുടെ അടയാളം. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ ഏക അടയാളം യോനായുടെ അടയാളമാണ്. എന്താണ് ഈ യോനായുടെ അടയാളം? അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോയാലേ പിടികിട്ടൂ. കടൽ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. കടൽ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. ആധുനിക ലോകത്തിലും പഴയ ലോകത്തിലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കടൽക്ഷോഭത്തിന് കാരണമായി ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് പാപത്തിൻ്റെ തിരയിളക്കമാണ്. പാപം വർദ്ധിച്ചു, ഉച്ചനീചത്വങ്ങൾ വർദ്ധിച്ചു, അനീതി വർദ്ധിച്ചു, ലോകം ഇളകി വശാകാൻ തുടങ്ങി.
ഈ പാപത്തിൻ്റെ തിരയിളക്കത്തിൽ മനുഷ്യൻ്റെ ജീവിതം മുങ്ങിപ്പോകുമെന്ന അവസ്ഥയെത്തി. മനുഷ്യനെ കണ്ടാൽ മിണ്ടാതാകുന്നു. കൊള്ളയുടെയും കൊള്ളിവയ്പ്പിൻ്റെയും കൊലയുടെയും കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും നീരസങ്ങളുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും മ്ലേച്ഛതകളുടെയും ഒരു ലോകത്ത് മനുഷ്യൻ ഞെരിയാൻ തുടങ്ങി. തിരകളെടുത്ത് മനുഷ്യനെ അമ്മാനമാട്ടാൻ തുടങ്ങി. കപ്പൽ മുങ്ങുമെന്നായി. ജീവിതം പാതി വഴിയിൽ ഇല്ലാതാകുമെന്ന അവസ്ഥയെത്തി. ഈ തിരയിളക്കം ലോകത്തിൻ്റെ പാപാവസ്ഥയാണ് ബൈബിൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഈ തിരയിളക്കത്തിൽ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതെങ്ങനെയെങ്കിലും തീർത്തേ പറ്റും, ഒരു പരിഹാരം കണ്ടെത്തേ പറ്റും. ഈ തിരയിളക്കത്തിന്, ഈ കടലിൻ്റെ ക്ഷോഭത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ, ഇത് നിൽക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇതിനാരെങ്കിലും പരിഹാരമാകണം. അവരോടി നടന്ന് ചോദിച്ചു, എന്താ ഇതിനർത്ഥം? ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം? ഇത്രമേൽ ഈ ഭൂമിയിൽ ഈ കെട്ട അവസ്ഥ ഉണ്ടാകാൻ എന്താ കാര്യം? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമേൽ കിടന്ന് സഹിക്കാനുള്ള കാരണം? ഓടി നടന്ന് ചോദിക്കുകയാണ്. അവർ ചെന്ന് യോനായോടും ചോദിച്ചു, യോന എന്താ ഇതിനർത്ഥം? ഏതിനർത്ഥം? യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറക്കമാണ്. യോന കണ്ണു തിരുമ്പി എഴുന്നേറ്റ് ചോദിച്ചു, എന്നതാ ഈ കപ്പലിനെ തിരകളെടുത്ത് അമ്മാനമാട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് നീ പറ. ജനത്തിനറിയാം, ഒളിക്കുന്ന പ്രേക്ഷിതന്, ഒളിക്കുന്ന ശുശ്രൂഷകന് ഒത്തിരി നാളൊന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ല. ജനം പിടികൂടും. ജനം അവനോട് ചോദിക്കും, നീ പറയണം എന്താണ് ഈ കൊറോണയ്ക്ക് കാരണം? നീ പറയണം എന്താണ് ഈ പകർച്ചവ്യാധിക്ക് കാരണം? എന്തുകൊണ്ടാണ് ഈ പ്രളയം, ഈ പ്രളയത്തിൻ്റെ കാരണം? ഉത്തരം കൊടുക്കേണ്ടത് ജനം ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തേ പറ്റൂ. നീ പ്രശ്നം അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കാരണം നിന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്. യോന കാര്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായനാണ്, ദൈവദൂത് കേട്ടവനാണ്, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നോടി ഒളിക്കാൻ ശ്രമിച്ചവനാണ്. ഞാനാണ് കാരണം. എന്നെ എടുത്ത് പകരം ഈ കടലിൽ എറിഞ്ഞാൽ മതി, കടൽ ശാന്തമാകും. ഇതാണ് പ്രിയപ്പെട്ടവരെ യോനായുടെ അടയാളം. ഒരാൾ പകരക്കാരനായേ പറ്റൂ. ഒരാൾ ഈ കടലിൻ്റെ ക്ഷോഭത്തിന് പരിഹാരമായേ പറ്റൂ. പുതിയ നിയമത്തിൽ ഈ ഭൂമിയുടെ എല്ലാ രോഗങ്ങൾക്കും, എല്ലാ അസ്വസ്ഥതകൾക്കും, ദുരിതങ്ങൾക്കും, ശാപങ്ങൾക്കും, പാപങ്ങൾക്കും പരിഹാരമായി ഒരുവൻ മാറേണ്ടിയിരിക്കുന്നു. അവൻ്റെ പേരാണ് പുതിയ നിയമത്തിലെ യോന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യോന ദൈവഹിതത്തിനെതിരെ നിന്നെങ്കിൽ പുതിയ നിയമത്തിലെ യോന മരണം വരെ, കുരിശുമരണം വരെ ദൈവഹിതത്തിന് അനുസരണമുള്ളവനായി മാറിയവനാണ്. അവനെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? ഈ ഭൂമിയുടെ എല്ലാ മ്ലേച്ഛതകൾക്കും നീചത്വങ്ങൾക്കും പരിഹാരമായി മാറാൻ ഒരു പകരം വേണം. ഈ തിരയിളക്കത്തിനൊരു പരിഹാരം വേണം. ഈ ഭൂമിയിൽ മനുഷ്യന് സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ, നിത്യമായ സമാധാനം അനുഭവിക്കണമെങ്കിൽ, ഈ ഭൂമിയാകുന്ന കടൽ ശാന്തമാകണമെങ്കിൽ, ഇതിനെ മോചിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരാളെ പകരം കൊടുത്തേ പറ്റൂ, ബലിയാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് യോർദാൻ്റെ നദിക്കരയിൽ ക്രിസ്തു യോഹന്നാനോട് പറയുന്നൊരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപകൻ്റെ ഈ നദിക്കരയിൽ നിന്നുകൊണ്ട്, യോർദാനിൽ നിന്നുകൊണ്ട് ഈശോ സ്നാപകനോട് പറയുന്നു, സ്നാപക എന്നെ എടുത്ത് ഈ വെള്ളത്തിലേക്കിട്. പലരും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ഒരു പാപവുമില്ലാതിരുന്നിട്ടും സ്നാപക യോഹന്നാൻ്റെ മുൻപിൽ യോർദാനിൽ മുട്ടുമടക്കിയത്, സ്നാനമേറ്റത്? കാരണം യോഹന്നാൻ്റെ സ്നാനം പാപമോചനത്തിൻ്റെ സ്നാനമാണ്. യേശു ക്രിസ്തുവിനാകട്ടെ ഒരു പാപവുമില്ലാത്ത നിഷ്കളങ്കനായ ആട്ടിൻകുട്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈശോ പോയി സ്നാപകന്റെ മുൻപിൽ മുട്ടുകുത്തിയത്? കാരണം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് ഒരു പാപവുമില്ലായിരുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും ദൈവം അവൻ്റെ മേൽ ചുമത്തിയിരുന്നു. ഈ ലോകത്തിൻ്റെ സകല പാപങ്ങളും
യേശു ക്രിസ്തുവിൻ്റെ മേൽ ദൈവം ചുമത്തി. എന്നിട്ട് അവനാണ് ഈ പാപത്തിൻ്റെ പരിഹാരമായി മാറേണ്ടതിൻ്റെ തെളിവായി പഴയ നിയമത്തിൽ യോനായി എടുത്ത് വെള്ളത്തിലിട്ടതുപോലെ ഈ കടൽ ക്ഷോഭത്തെ ശമിപ്പിക്കുവാൻ പഴയ നിയമത്തിലെ യോന വെള്ളത്തിലേക്ക് എറിയപ്പെട്ടതുപോലെ സ്നാപകനോട് ഈശോ പറയുകയാണ്, എന്നെ എടുത്ത് വെള്ളത്തിലിടുക. സ്നാപകൻ ചോദിച്ചു, നീ എന്തായി പറയുന്നത്? ഞാൻ നിന്റെ അടുത്ത് നിന്നല്ലേ ഈ സ്നാനം സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഈശോ പറയുകയാണ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തിയാകേണ്ടത് നമുക്ക് ആവശ്യമാണ്. സർവനീതിയും. പ്രിയമുള്ളവരെ, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സർവനീതിയും പൂർത്തിയാകണം. എന്താണ് സർവനീതി എന്ന് വെച്ചാൽ, ഒരു പാപവുമില്ലാത്ത ദൈവപുത്രൻ ഈ ഭൂമിയുടെ പാപത്തിന് പരിഹാരമായി മാറണം. ഇതാണ് ദൈവത്തിൻ്റെ നീതി. എന്നെ നീതീകരിക്കാൻ, എന്നെ രക്ഷിക്കാൻ ദൈവം ഈ ലോകത്തിൻ്റെ ഞാൻ ചെയ്തു കൂട്ടിയ സകല പാപവും അവൻ സ്വയം ചുമലിലേറ്റു. അവൻ ഈ ഭൂമിയുടെ കടലിൻ്റെ ക്ഷോഭങ്ങളെ നിൽക്കുവാൻ, പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഉച്ചനീചത്വങ്ങളുടെയും അടിമത്തങ്ങളുടെയും ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സകല കലഹങ്ങളുടെയും പരിഹാരമായി മാറാൻ ദൈവം തെരഞ്ഞെടുത്ത കുഞ്ഞാട്ടിൻകുട്ടി. അത് കണ്ടിട്ട് സ്നാപകൻ അവനെ വിളിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, ഈ കൺസെപ്റ്റ്, ഈ ഒരു ചിന്ത പഴയ നിയമം മുതലേ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഭൂമിയുടെ പാപങ്ങൾക്കൊരു പകരക്കാരൻ വേണം. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരാളുടെ പാപത്തിന് പരിഹാരമാകണമെന്ന് വെച്ചാൽ എൻ്റെ പാപം തന്നെ വലിയ ഭാരമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരാളുടെ പാപത്തിന് പരിഹാരമാകും? ഒരു മനുഷ്യനും മറ്റൊരാളുടെ പാപത്തിന് പരിഹാരമാകാൻ പറ്റില്ല. പക്ഷേ അവൻ മനുഷ്യനായിരിക്കണം, അതേസമയം പാപമില്ലാത്തവനുമായിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ തന്നെ മനുഷ്യനായതും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായതും. പല മതങ്ങളും മൃഗങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത മൃഗങ്ങളെ കൊല്ലുന്നത് വഴി മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് കരുതി. പക്ഷേ അത് തെറ്റായ മതസങ്കല്പമല്ല, മറിച്ച് അപൂർണമായൊരു മതസങ്കല്പമാണ്. ആ മതസങ്കല്പം തെറ്റല്ല. പാപത്തിന് പരിഹാരം വേണം, അതിന് മറ്റൊരു വസ്തുവോ ഒരു ജീവനോ വേണം. പക്ഷേ അത് അപൂർണമായൊരു മതസങ്കല്പമാണ്. കാരണം മനുഷ്യൻ്റെ പാപത്തിന് ഒരിക്കലും ഒരു മൃഗം പരിഹാരമാവില്ല. ആടിനെ കൊന്നതുകൊണ്ടോ കോഴിയെ കൊന്നതുകൊണ്ടോ അതിൻ്റെ ചോര പൊടിഞ്ഞതുകൊണ്ടോ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാവില്ല. ആയിരുന്നെങ്കിൽ പാപ്പാനെ കുത്തിക്കൊന്ന കൊമ്പനാനെ നമ്മൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയേനെ. പാപ്പാനെ കുത്തിക്കൊന്ന കൊമ്പനാനെ നമ്മൾ ആരും ഹൈക്കോടതിയിൽ ഹാജരാക്കാറില്ല. കാരണം മനുഷ്യൻ്റെ വിലയ്ക്ക് തുല്യമല്ല ഒരു മൃഗവും. മനുഷ്യൻ്റെ തനിമയും മനുഷ്യൻ്റെ ആത്മശക്തിയും അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം കണ്ടെത്തണം. എന്നാൽ ആ മനുഷ്യനിൽ പാപവും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് വിശ്വസിക്കാനുള്ള ന്യായമുള്ളത്. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു. സ്നാപകന്റെ മുൻപിൽ അവൻ നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പാപപരിഹാരത്തിൻ്റെ ആട്ടിൻകുട്ടി, എന്നെ എടുത്ത് ഈ വെള്ളത്തിലിടുക. ഇതുകൊണ്ടാണ് സ്നാപകന്റെ മുൻപിൽ ഈശോ മുട്ടുമടക്കിയത്, സ്നാപകന്റെ മുൻപിൽ ഈശോ സ്നാനമേറ്റത്. സ്നേഹമുള്ളവരെ, അങ്ങനെ പാപത്തിൻ്റെ പരിഹാരമായി ഈശോ മാറി. പഴയ നിയമത്തിൽ നമുക്കറിയാം, അതിന് സുന്ദരമായൊരു ഉദാഹരണമാണ് മോശ. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. ജനം ഒരിക്കൽ പാപം ചെയ്ത ദൈവത്തെ വല്ലാതെ കോപിപ്പിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? കത്തിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. കോപത്തിയോടുകൂടി ദൈവം ഇറങ്ങി വരികയാണ്. മോശ ഇത് കണ്ടു.
മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് എവിടെ പോകുന്നു? മോശ, നീ മാറി നിൽക്കുക, ഈ ജനത്തെ ഞാൻ കൊന്നുകളയാൻ പോവുകയാണ്, ദഹിപ്പിക്കാൻ പോവുകയാണ്. ഇവർ നന്ദി കെട്ട ജനമാണ്, ഇവർ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ജനമാണ്. ഈ ജനത്തെ എനിക്ക് വേണ്ട, നിന്റെ ജനത്തെ ഞാൻ കത്തിച്ച് കളയാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ മോശ എന്താ ചെയ്തതെന്നറിയാമോ? ദൈവത്തെ കയറി തടഞ്ഞിട്ട് പറയുകയാണ്, ദൈവമേ, ഈ എട്ടും പൊട്ടും തിരിയാത്ത ജനത്തെ നീ കത്തിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീ എടുത്തു മാറ്റിയേര. ഈ ജനത്തെ നീ കത്തിക്കുകയാണെങ്കിൽ, ഈ ജനത്തോട് നീ കോപിക്കുകയാണെങ്കിൽ എൻ്റെ പേര് ആദ്യമേ നീ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കള, എന്നിട്ട് വേണം ഈ ജനത്തെ കൊല്ലാൻ. സ്നേഹമുള്ളവരെ, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ദൈവം ഈ ജനത്തിൻ്റെ പാപമെടുത്ത് മോശയുടെ ചുമലിൽ വെച്ചു. ഇതൊരു തവണ നടന്ന സംഭവമല്ല. 40 വർഷം ഈ അടിമത്തത്തിലൂടെ നീങ്ങിയ ജനം, മരുഭൂമിയുടെ ഊഷരതയിലൂടെ നടന്ന ജനം, എപ്പോഴെല്ലാം പാപം ചെയ്തു അപ്പോഴെല്ലാം ദൈവം ഈ ജനത്തെ ശിക്ഷിക്കാൻ ഒരുമ്പെട്ടു. അന്നേരമെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ കയറി നിന്നുകൊണ്ട് മോശ മാധ്യസ്ഥം യാചിച്ചിട്ട് പറയുകയാണ്, ദൈവമേ, ഈ ജനത്തെ തൊട്ടുപോകരുത്, ഈ ജനത്തെ കൊല്ലാൻ പോവുകയാണെങ്കിൽ ആദ്യമേ നീ എന്നെ കൊല്ല്. ഉടനെ ദൈവം എന്ത് ചെയ്യും? ദൈവം തൻ്റെ ശിക്ഷയിൽ നിന്ന് പിന്മാറും. എന്നിട്ട് ഈ പാപമെല്ലാം പകരം മോശയുടെ തലയിൽ വെച്ച് കൊടുക്കും. അങ്ങനെ മോശ ഒരു പാപക്കൂമ്പാരമായി മാറി. എന്തുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രമേൽ അധ്വാനിച്ച ഒരു മനുഷ്യന് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോയത്? അവൻ പട്ടണത്തിൻ്റെ പുറത്തു വെച്ച് അവൻ്റെ ജീവനെ ദൈവം എടുക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത നാട്ടിൽ മോശ പ്രവേശിച്ചില്ല? കാരണം ഈ ജനത്തിൻ്റെ പാപത്തിന് മോശ പരിഹാരമായി മാറിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയാ, സ്വരമേർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മോശ ലോകത്തിൻ്റെ ഈ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. ഹെബ്രായർക്കുള്ള ലേഖനത്തിലും നാം അത് വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ പട്ടണത്തിന് പുറത്തു വെച്ച് കൊല്ലപ്പെട്ടു. അവൻ പട്ടണത്തിന് പുറത്തു വെച്ച് കൊല്ലപ്പെട്ടു. ദൈവം ഈ ഭൂമിയുടെ മുഴുവൻ അപരാധത്തിൻ്റെ, മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മയുടെ ഈ പാപം മുഴുവനും ഈ യേശു ക്രിസ്തുവിൻ്റെ ചുമലിൽ വെച്ചുകൊടുത്തു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യോനായുടെ അടയാളം. ഇതാണ് യോനായുടെ അടയാളം. ഈ അടയാളമാണ് സ്നേഹമുള്ളവരെ ലോകത്തിന് നൽകപ്പെട്ട ഏക അടയാളം. എന്ത്? കാൽവറിയുടെ നെറുകയിൽ കൊത്തി നുറുക്കപ്പെട്ട് കിടക്കുന്ന 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ ഭൂമിയുടെ മുഴുവൻ അപരാധവും ചുമന്നുകൊണ്ട് തകർക്കപ്പെട്ട രൂപമായി കുരിശിൽ ഉയർത്തപ്പെട്ട ഈ 33കാരനാണ് ലോകത്തിന് നൽകപ്പെടുന്ന ഏക അടയാളം. ഈശോ പറഞ്ഞു, മറ്റൊരടയാളവും നൽകപ്പെടില്ല. ഒറ്റ അടയാളമേ ഉള്ളൂ, ഒറ്റ അടയാളം. അത് ഈ കാൽവറിയുടെ നെറുകയിലെ നസ്രത്തിലെ യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്ന ഈ കാഴ്ചയാണ്. ഈ കാഴ്ചയേ ഉള്ളൂ. ഇതാണ് ലോകത്തിൻ്റെ അടയാളം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരടയാളം തെരഞ്ഞു നീ ജീവിക്കേണ്ടതില്ല. ഈ അടയാളമാണ് നിന്നെ എന്നെ രക്ഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ അടയാളമാണ് നമുക്ക് ജീവൻ തരുന്നത്. ആ ചെറിയ കാര്യം കൂടി കണ്ടുകൊണ്ട് നമ്മളൊരു ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സുന്ദരമായൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ അടയാളത്തിൻ്റെ ജീവൻ, ഈ കാഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്? കൊത്തി നുറുക്കപ്പെട്ട ഈ രൂപത്തെ, ക്രൂശിത രൂപത്തെ ഞാൻ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ ഒന്ന് നോക്കുമ്പോൾ എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്ന് സുന്ദരമായി യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട്. ഈ അടയാളത്തെക്കുറിച്ച് നമുക്കൊന്ന് ഭാവന കാണേണ്ടതുണ്ട്. യോഹന്നാൻ 19:30 തിരുവചനം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 30 തിരുവചനം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു,
എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. യേശു മരിക്കുന്ന രംഗമാണ് നമ്മളിത് കേൾക്കുന്നുണ്ട്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ ആ സമർപ്പിച്ചു. വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ക്രൂശിലെ രംഗമാണ്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. യോഹന്നാൻ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിന് മറ്റ് 1-2 അർത്ഥങ്ങളൂടെയുണ്ട്. അതിലൊരർത്ഥമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത്: ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ്. ദൈവപുത്രൻ തല ചായ്ച്ചു. റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. തല മുമ്പിലേക്കും ചായ്ക്കാം, തല പിന്നിലേക്കും ചായ്ക്കാം. നമുക്കറിയാം, റിക്ലൈനിങ് ചെയർ എന്നൊക്കെ പറയുന്നത് ചാരുകസേര. ചാരുകസേരയിൽ തല ചായ്ക്കുന്നത് എങ്ങോട്ടാണ്? പിന്നിലേക്കാണ്. ഇവിടെ വചനം പറയുകയാണ്, അവൻ തല ചായ്ച്ചു. അതിൻ്റെ ആദ്യത്തെ അർത്ഥം ഇതാണ്: അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ്. എവിടേക്കാണ് അവൻ തല ചായ്ച്ചത്? യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ തല ചായ്ക്കുമ്പോൾ അവൻ്റെ തല ചെന്ന് മുട്ടുന്ന ഒരിടമുണ്ട്. അത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം വായിച്ചാൽ മനസ്സിലാകും. അടയാളത്തെക്കുറിച്ചാണ് നമ്മുടെ വിചാരം. യോനായുടെ അടയാളം. എന്താണ് യോനായുടെ അടയാളം? ഈ അടയാളത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടാൽ എനിക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ്. അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു. തല എവിടെ ചെന്ന് മുട്ടിയെന്ന് യോഹന്നാൻ 1:18 പറയുന്നുണ്ട്. വായിക്കാമോ? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ആരാ കണ്ടത്? പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ശ്രദ്ധിക്കണം, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ. മലയാളത്തിലാണ് ഗാഢബന്ധമെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ വായിച്ചു മനസ്സിലാക്കുന്നവർ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: പിതാവിൻ്റെ മടിയിലേക്കിരിക്കുന്ന പുത്രൻ. പിതാവിൻ്റെ മടിയിലേക്കിരിക്കുന്ന പുത്രൻ തന്നെയാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. ഇതാണ് ഒറിജിനൽ ഭാഷ. പിതാവിൻ്റെ മടിയിലേക്കിരിക്കുന്നത്. സൺ ഹു ഈസ് സിറ്റിംഗ് ഓൺ ടു ദ ബോസം ഓഫ് ദ ഫാദർ. എയ്സ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ പുത്രൻ പിതാവിൻ്റെ മടിയിലേക്കിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കുരിശിൽ കിടന്നാലും അവൻ ആരുടെ മടിയിലാണ്? അപ്പൻ്റെ മടിയിലാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ട് വിടാത്ത പുത്രൻ പിതാവിൻ്റെ മടിയിലിരിക്കുകയാണ്. മടിയിൽ കുരിശിൽ കിടന്നപ്പോൾ യോഹന്നാൻ പറയുന്നു, അവൻ പിന്നിലേക്ക് ചാഞ്ഞു. അങ്ങനെയെങ്കിൽ അവൻ്റെ തല, അവൻ്റെ ശിരസ് എവിടെ ചെന്ന് മുട്ടും? അപ്പൻ്റെ നെഞ്ചിൽ. അബ്ബാപിതാവിൻ്റെ നെഞ്ചിൽ അവൻ്റെ തല ചെന്ന് മുട്ടും. ഇനിയും യോഹന്നാൻ വീണ്ടും പറയുകയാണ്, ഈ അപ്പൻ്റെ നെഞ്ചിൽ എന്താണ് ഇരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈ അപ്പൻ്റെ നെഞ്ചിൽ എന്താണ് ഇരിക്കുന്നത്? വിഷയം മറക്കരുത്, യോനായുടെ അടയാളം. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിക്ക് നൽകപ്പെട്ട ഒരേ ഒരു അടയാളമേ ഉള്ളൂ. ഈ കാൽവറിയിലെ കുരിശിലെ പിടയുന്ന ഈ രംഗം, ഈ കാഴ്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു കാഴ്ചയാണിത്. ക്രൂശിത രൂപം. ഈ കാഴ്ചയിൽ എന്താണ് ഒരു ദൈവ പൈതലെ നിനക്ക് കിട്ടുക? വിശ്വാസത്തോടെ ഈ കാഴ്ച കാണുന്ന നിനക്ക് എന്താണ് കിട്ടുക?
അപ്പൻ്റെ നെഞ്ചിലിരിക്കുന്നത് എന്താണെന്ന് യോഹന്നാൻ 15:26 നമുക്ക് വായിക്കാം. ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ. അവൻ എവിടെ ആയിരിക്കുന്നത്? ആരാണ് ഈ സഹായകൻ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എവിടെയാണ് ഇരിക്കുന്നത്? യോഹന്നാൻ പഠിപ്പിക്കുകയാണ്, ഈ പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. പിതാവിൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ സ്നേഹമാണ് ഈ ആത്മാവ്. അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവ്. ഇനി ശ്രദ്ധിക്കണം, കുരിശിൽ കിടന്ന് ലോകത്തിന് വേണ്ടി ദൈവപുത്രൻ നൽകിയത് എന്താണെന്നറിയാമോ? ഈ അടയാളമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൻ്റെ നെഞ്ചിലേക്ക് അവൻ ചാഞ്ഞു, എന്നിട്ട് അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്നിട്ട് അവൻ he reclined his head, അവൻ തല മുന്നിലേക്ക് ചായ്ച്ചു. അടുത്ത വചനം പറയുകയാണ്, ആൻഡ് he handed over the spirit. യോഹന്നാന്റെ ഗ്രീക്ക് ബൈബിളിൽ ഇങ്ങനെയാണ്, പാരാദീതുമി. he handed over the spirit. അവൻ ആത്മാവിനെ കൈവെടിഞ്ഞു എന്നല്ല, മറിച്ച് അവൻ ആത്മാവിനെ കൈമാറി. he handed over, ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്തു. പാരാദീതുമി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. ആർക്കാണ് കൊടുത്തത്? ഈ കുരിശിന്റെ ചുവട്ടിൽ യോഹന്നാൻ പറയുകയാണ്, 2 പേർ നിൽപ്പുണ്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും. അവർക്ക് പേരിട്ടിട്ടില്ല, സ്ത്രീയും പുരുഷനും. ഒരാളുടെ പേര് നസ്രത്തിലെ മറിയമാണ്, പക്ഷേ യോഹന്നാൻ അവൾക്ക് പേരിട്ടിട്ടില്ല. യേശുവിൻ്റെ അമ്മയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, യേശുവിൻ്റെ അമ്മ. മറ്റേയാൾ യോഹന്നാനാണ്. യോഹന്നാൻ എന്ന പേര് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നേയില്ല, മറിച്ച് യേശു സ്നേഹിച്ച ശിഷ്യൻ. പേരിടാത്തത് ബോധപൂർവമാണ്. They are the newborn babes. ആദിമസഭയിലെ പുതിയതായി ജനിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ്. ആദിമസഭയ്ക്ക് കുരിശിൽ നിന്ന് എന്താണ് കിട്ടിയതെന്നറിയാമോ? ദൈവപുത്രൻ എന്താണ് കൊടുത്തതെന്നറിയാമോ? യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് ഈ ആത്മാവിനെ ശേഖരിച്ച് ദൈവം അവരുടെ മേൽ, ദൈവപുത്രൻ അവരുടെ മേൽ ഈ ആത്മാവിനെ കൈമാറി. ഇതാണ് പെന്തക്കൊസ്ത യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണിത്. ഇതാണ് യോനായുടെ അടയാളം. ഈ ഒരൊറ്റ അടയാളമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവന് വേണ്ടിയിട്ടുള്ള അടയാളം. ഇതാണ് ഈ 3 നോമ്പിൽ നാം ധ്യാനിക്കേണ്ടത്. ഈ ഒരടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെട്ടിട്ടില്ല, നൽകപ്പെടുകയുമില്ല. നമുക്ക് 10 മിനിറ്റ് ആരാധനയ്ക്ക് വേണ്ടി ഒന്നൊരുങ്ങാം. ശേഷിച്ച സമയം ഈ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ അടയാളം ഹൃദയത്തിൽ നിന്ന് പതിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൽ മറ്റടയാളങ്ങൾ തേടിപ്പോകരുത്. യോനായുടെ അടയാളമല്ലാതെ ഭൂമിക്ക് വേണ്ടി ദൈവം കരുതിയ മറ്റൊരു അടയാളവുമില്ല. ദൈവമേ, ഈ അടയാളം കാണാൻ അവിടുത്തെ മരണം കാണണം, അവിടുത്തെ കുരിശിലെ മരണം കാണണം. ഈ പാടുപീഡകൾ എൻ്റെ ഹൃദയത്തിൽ ആഴപ്പെടണം. അവിടുത്തെ മുറിവുകൾ എനിക്ക് സ്വന്തമാകണം. എങ്കിലേ ആ മരണം എടുക്കപ്പെടുന്നത്, ആ ജീവൻ എടുക്കപ്പെടുന്നത് കാണുമ്പോൾ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടും. പഴയ നിയമത്തിൽ എലീഷ പുറകെ നടന്നപ്പോൾ എലിയ പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നിനക്ക് കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ മരണം കണ്ടാൽ, ദൈവപുത്രൻ്റെ മരണം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവർക്ക്, അവൻ്റെ മരണം കാണുന്നവർക്ക്, ആ ക്രൂശിത രൂപത്തെ വിശ്വാസത്തോടെ കാണുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഈ അടയാളം. ഇത് ഹൃദയത്തിൽ പതിഞ്ഞു കിട്ടട്ടെ. നമുക്ക് ആരാധനയ്ക്കായി കരങ്ങൾ കൂപ്പാം. ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ
ക്രൂശിന്മേ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്രനേ ശാപത്തിൽ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഈ മഹാപാപത്തെ, ദൈവമേ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഈ മഹാപാപത്തെ, ദൈവമേ ഇരുകരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പനേരം സ്തുതിക്കാം. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അടയാളം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം, കാൽവറിയുടെ നറുകിലെ ഏക ക്രൂശിത രൂപന്റെ അടയാളം, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പകരക്കാരനായവൻ, ഈ ലോകത്തിന്റെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി മരിച്ചവൻ, എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, ഒരുപാട് ഒരുപാട് എനിക്ക് വേണ്ടി കരുതലുള്ളവൻ, കാൽവറിയുടെ നെറുകയിൽ കൊത്തി നുറുക്കപ്പെട്ടവൻ, പിടഞ്ഞു മരിച്ചവൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചവൻ, കാണുന്ന സ്തുതിക്കുന്ന ദൈവമേ, പ്രാണനാഥൻ വേണ്ടി മരിച്ചവനെ നന്ദി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയട്ടെ, തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകട്ടെ. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, നമ്മെ, നമ്മുടെ പരിസരങ്ങളെ, കുടുംബത്തെ, ജോലി മേഖലകളെ, ജീവിത വഴികളെ ദൈവം തമ്പുരാൻ കഴുകട്ടെ. ദൈവത്തിന് അത്ഭുതകരമായ സാന്നിധ്യം നൽകട്ടെ. ഏക അടയാളം എൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ. എൻ്റെ ശ്രദ്ധ മുഴുവൻ നിത്യതയിലേക്ക് ഉയരട്ടെ. എനിക്ക് വേണ്ടി മരിച്ചവനെ തിരിച്ചറിയാൻ
അവന് വേണ്ടി ജീവിക്കാൻ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ സാധിക്കട്ടെ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? എൻ്റെ ഈശോയെ, നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ ഞാൻ. ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി. പാപത്തെ സേവിക്കാൻ ഞാൻ പോവില്ല. എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ പൈതലാ ഞാൻ ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച ഏക അടയാളമാണ് നീ. മറ്റെല്ലാ അടയാളങ്ങളും വ്യർത്ഥമാണ്. ഈ ഭൂമിയുടെ അടയാളങ്ങളൊന്നും എനിക്ക് വേണ്ട. സ്വർഗം തന്ന ഏക അടയാളം കർത്താവേ, എന്നെ വീണ്ടെടുക്കാൻ, ഈ ലോകത്തെ വീണ്ടെടുക്കാൻ, മാനവകുലത്തെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റൊരു സത്യമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, ഞാനിതാ അങ്ങിൽ ശരണപ്പെടുന്നു. ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. എന്നെ സ്നേഹിക്കാൻ സ്നേഹത്തിന്റെ ഒരു അഭിഷേകം തരണമേ കർത്താവേ. എന്നെ സ്വന്തമാക്കാൻ, അങ്ങയുടെ മാത്രമാകാൻ അഭിഷേകം തരണമേ ഈശോ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവെ അഭിഷേകം തരണമേ ഈശോ. കർത്താവേ, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പ്രിയമുള്ളവരെ, നമുക്ക് കരങ്ങളടിച്ച് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക രക്ഷകൻ. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവം ഇല്ല, അവിടുന്നല്ലാതെ മറ്റൊരു സ്നേഹമില്ല, അവിടുന്നല്ലാതെ മറ്റൊരു സത്യമില്ല. ഈ സത്യം തിരിച്ചറിയാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. ഒരു കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. കർത്താവായ ദൈവമല്ലാതെ മറ്റൊരു സ്നേഹം ശരണപ്പെടാൻ, വിശ്വസിക്കാൻ വിശ്വാസത്തിന്റെ അഭിഷേകം ഞങ്ങൾ വർഷിക്കണം. വിശ്വാസത്തിന്റെ ശക്തി ഞങ്ങൾ വർഷിക്കണം. കൃപയുടെ അഭിഷേകം ഞങ്ങൾ വർഷിക്കണം. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ കുടുംബനാഥന്മാർക്ക് വേണ്ടി കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താൻ അങ്ങ് ഉയർത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ദൈവമേ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. ശുശ്രൂഷകളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. ഷെക്കേന ചാനലിലൂടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും ദൈവത്തിന് അത്ഭുതകരമായ ശക്തി സാന്നിധ്യവും വ്യാപരിക്കട്ടെ. കർത്താവ് ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രേക്ഷിതരെയും ഈ പ്രേക്ഷകരെയും കർത്താവിൻ്റെ ആത്മാവിനെ മറയ്ക്കണമേ. ഈശോയെ, ഈ ശുശ്രൂഷയ്ക്ക് സഹായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങളെയും കർത്താവെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തു എന്ന ഏകരക്ഷകന്റെ അടയാളം ഹൃദയത്തിൽ പതിച്ചു കൊടുക്കണമേ. നിത്യതയോളം വളരുന്ന ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം കർത്താവെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. എല്ലാ ഭയങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ, എല്ലാ നിരാശകൾ വിട്ടു മാറിപ്പോകട്ടെ, ആകുലതകളും ഉത്കണ്ഠകളും വിട്ടു മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുടുംബങ്ങളിൽ കൃപകൾ നിറയട്ടെ, നൽവരങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം
ഈ തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുതിയ ബന്ധക്കുസ്തായ്ക്ക് ഒരുക്കട്ടെ, ഒരു പുത്തൻ അഭിഷേകത്തിന് ഒരുക്കട്ടെ. കർത്താവായ ദൈവമേ, അനേകാത്മാക്കളെ കൊയ്തെടുക്കുവാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് ഈ കാലഘട്ടത്തിൽ ഉയർത്തണമേ. പ്രാർത്ഥിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ പുതിയ പുതിയ ശുശ്രൂഷകൾ രൂപപ്പെടുത്തണമേ. ഈശോയെ, ലോകമെങ്ങും അങ്ങേ സാക്ഷ്യമാകുവാൻ, കർത്താവേ അങ്ങയുടെ മാത്രമാകുവാൻ, ആത്മാക്കളുടെ രക്ഷ നേടുവാൻ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേ ഉയർത്താൻ പഠിപ്പിക്കണമേ. അങ്ങേക്കായി ദൈവവിളികളെ ഉയർത്തണമേ. പൗരോഹിത്യത്തിലേക്ക് അഭിഷിക്തരായി കർത്താവ് ഉയർത്തണമേ. സമർപ്പണ ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് ആത്മാക്കളെ കർത്താവെ അങ്ങ് ഒരുക്കണമേ. ഈശോയെ, അനേകാത്മാക്കളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലെത്തിക്കണം. തിരുസഭയുടെ എല്ലാ പിതാക്കന്മാരെ, ഫ്രാൻസിസ് മാർപ്പാപ്പായെ, പിതാക്കന്മാരെ, എല്ലാ വൈദിക കൂട്ടായ്മേ, അഭിഷിക്ത കൂട്ടായ്മേ, കർത്താവായ ദൈവമേ, ആത്മാവിനെ നിറച്ചുകൊള്ളണമേ. തിരുസഭയിൽ ഒരു പുതിയ ബന്ധക്കുസ്ത അങ്ങ് ഒരുക്കണമേ. ഒരു പുത്തൻ അഭിഷേകം അങ്ങ് നൽകണമേ. കർത്താവെ, ധൈര്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായി അങ്ങയുടെ ആത്മാക്കളെ അവിടുന്ന് ഉയർത്തിയെത്തിക്കണമേ. കരങ്ങളടിച്ചൊരിക്കൽ കൂടി ചേർന്ന് പാടി ആരാധിക്കണം. ശക്തിയും ബലവും യേശുവിന്, ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ. ശക്തിയും ബലവും യേശുവിന്, ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ. ശക്തിയും ബലവും യേശുവിന്. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹമായി വരണമേ. അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹമായി നിറയണമേ. അനുഗ്രഹിക്കുന്ന കർത്താവേ, അനുഗ്രഹമായി നിറയണമേ. എൻ്റെ യേശുവേ, എൻ്റെ രക്ഷക, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, 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 ആവേ മരിയ.